അതാരെങ്കിലും കൊണ്ടുപോയതാവോ? അതെ, പക്ഷേ അതിനേക്കാൾ നല്ലതുണ്ട്. ദിയ നോർവീജിയൻ വുഡ് വായിക്കണം. വളരെ നിസ്സാരമായ പ്രണയമായി തോന്നും ആദ്യം, പക്ഷേ മനസ്സിന്റെ ആഴങ്ങളെ പൊള്ളിക്കുന്ന പ്രണയമായി തോന്നും പിന്നെ. നാളെ വരും, ഞാൻ എടുത്തു വെക്കാം. ദിയ പറഞ്ഞതിനേക്കാൾ മികച്ച നോവലാണ്. ഈയിടെയാണ് ഞാനത് വായിച്ചത്. ദിയക്കിഷ്ടം. ഞാൻ നിന്നിൽ ലയിക്കുന്ന നേരം കാലം അത് കാത്തുവെച്ചിരിക്കുന്നു. മാഷേ, കഴിഞ്ഞ തവണ ഞാൻ എടുത്ത പുസ്തകത്തിൽ ഇതാരാ ഇങ്ങനെ കുറിപ്പ് എഴുതി വെച്ചത്? ഒറ്റ വരിയിൽ എല്ലാം അറിയാവുന്ന പോലെ. ഒരുപാട് പേര് കൊണ്ടുപോകുന്ന പുസ്തകമല്ലേ, തിരിച്ചു കൊണ്ടുവരുമ്പോഴൊക്കെ പരിശോധിക്കും. പക്ഷേ എന്നാലും ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ദിയ കാറ്റത്തെ കിളിക്കൂട് മൂവി കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ട്. ഇന്നലെയും കൂടി കണ്ടിട്ടുള്ളൂ. മാഷ് മുതൽ മര്യാദ കണ്ടിട്ടുണ്ടോ? തമിഴാ? കണ്ടിട്ടുണ്ട്. ശരി മാഷേ. ഞാൻ നിന്നിൽ ലയിക്കുന്ന നേരം കാലം അത് കാത്തുവെച്ചിരിക്കുന്നു. സ്വപ്നങ്ങൾ കാണാൻ പ്രായമില്ലെന്ന് പറയുന്നവർക്ക് അവ പൂവണിക്കാനും പ്രായമില്ലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ മതിയായിരുന്നു. ഇന്ന് നേരത്തെ എത്തിയോ? സാഹിത്യം മനസ്സിന്റെ ജാലകം തുറക്കുന്നു. പണ്ടു നീ പറയാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ല. മൊബൈലും ഇൻസ്റ്റാഗ്രാമും ഒക്കെ മതി. ദിയ എന്നൊരു കുട്ടി വരാറുണ്ട് ലൈബ്രറിയിൽ. എന്താ ഈ രാത്രിയിൽ ഈ പേരൊക്കെ പറയുന്നത്? അവളെ കാണുമ്പോൾ നമ്മുടെ പഴയ കാലത്തിലേക്ക് ഞാൻ എത്തും. അനന്തൻ, എനിക്കൊന്ന് ഉറങ്ങണം. നാളെ നേരത്തെ സ്കൂളിൽ പോകാനുള്ളതാ. ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യ്. സ്വപ്നങ്ങൾ കാണാൻ പ്രായമില്ലെന്ന് പറയുന്നവർക്ക് അവ പൂവണിക്കാനും പ്രായമില്ലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ മതിയായിരുന്നു.
എപ്പോഴാണ് നമ്മൾ ഇത്ര അകന്നു പോയത്? കേട്ടില്ലേ സുദർശൻ ഫാക്കിറിന്റെ വരികൾ? എന്റെ സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം തിരിച്ചെടുത്തുകൊള്ളൂ, പക്ഷേ മഴവെള്ളത്തിൽ കടലാസ് കപ്പലോട്ടിയ ബാല്യം എനിക്ക് തിരിച്ചു തരൂ. പക്ഷെ മോഹൻ, ഞാനാണെങ്കിൽ ബാല്യമല്ല, കൗമാരമാണ് തിരികെ ചോദിക്കുന്നത്. കൗമാരം ഞാൻ തിരികെ ചോദിക്കും. അനന്തൻ എന്ന പൊടിമീശക്കാരനെ ത്രസിപ്പിച്ച ചുരുളം മുടിക്കാരി സുമയെ തിരിച്ചു കിട്ടും. പക്ഷേ മാഷേ, ബാല്യം മോഹിക്കും പോലെ കൗമാരം മോഹിക്കരുത്, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ. ബാല്യം പോലെ നിഷ്കളങ്കമല്ലത്. മോഹൻ, എനിക്ക് ചിലത് പറയാനുണ്ട്, അല്ലെങ്കിൽ പിന്നെ പറയാം. എനിക്കറിയാം മാഷേ, അതാ ഞാൻ പറഞ്ഞത്, കൗമാരം മോഹിക്കരുത്. ദിയ, നീ പറന്നു പോകുന്നത് സ്വപ്നം കാണാറുണ്ട് ഞാൻ. പറന്നു പോകുന്നതോ അതോ പറക്കുന്നതോ? രണ്ടായാലും അതെന്നെ വല്ലാതെ അസ്വസ്ഥനാക്കും. മാഷേ, ആ, ഇപ്പൊ കാണാനില്ലല്ലോ. നിർത്തിയ മകളാ? ഇനി നീ മറ്റൊരു വഴി നോക്കണം. എന്റെ പുസ്തകത്തിലെ ഒരു പേജ് മതി എനിക്ക്. ഹലോ. ആ. അതെ. ഇല്ല ഇല്ല. ഞാൻ വിളിക്കാം. ആ. ആ. ഓ, ശരി. ശരി. ഞാൻ വിളിക്കാം. പിന്നെ കാണാം. അമ്മ വിളിച്ചതായിരുന്നു മാഷെ. ഞാൻ പറഞ്ഞ കാര്യം നീ കേട്ടില്ലേ? എന്ത് കാര്യം? മാഷ എന്തോ പറഞ്ഞു, എനിക്കത് കേൾക്കണം. ശരിയാണ് കുട്ടി, ചില സമയത്ത് നമ്മൾ പറയാൻ കരുതിയ കാര്യങ്ങൾ പോലും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് ശരിയാ, പക്ഷെ ചില കാര്യങ്ങൾ പറയാതിരുന്ന മനസ്സിൽ കിടന്നെരിയും. നീ വിളിച്ചോ? കുറച്ചും കൂടെ നോട്ട്സ് ഒക്കെ എഴുതണം. നീ എഴുതിയോ? ആ, എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞ ഡ്രസ്സിൽ വന്നല്ലോ നീ, സന്തോഷായി. ദിയ, ഇവിടെ റീൽസ് ചെയ്യാണല്ലേ? വേറെ ആരുമില്ല, ആ മാഷുണ്ട്. ഞങ്ങള് കുറച്ചേരായി വന്നു. നീ എന്താ എന്നെ വിളിക്കാഞ്ഞേ? തനിച്ച് വരാന്ന് വിചാരിച്ചല്ലേ? ആ ശരി, എന്നാ മാഷ് കാര്യം. എനിക്ക് ചെക്കന്മാരുടെ റീൽസും വീഡിയോസും ഒക്കെ മഹാ ബോറായിട്ടാ തോന്നുന്നത്. മാഷ് ഔട്ടേറ്റഡാ, അതുകൊണ്ട് ഇതൊന്നും ഇഷ്ടമല്ലാത്തത്.
ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞു. ആ, എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. പക്ഷേ മാഷേ, പറയൂ. ഒരു കാര്യം ചോദിക്കട്ടെ? എന്റെ അച്ഛന്റെ പ്രായത്തിലൊരാൾ എന്നോട് പ്രണയത്തിലാണെങ്കിൽ അത് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അത് അല്ല, കഴിഞ്ഞ ദിവസം എന്റെ ട്യൂഷൻ സാറ് എന്നോട് പറഞ്ഞു നിനക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന്. അതെന്തിനാ എന്നോട് പറയുന്നത്? കാരണം മാഷിനെ കാണുമ്പോൾ എനിക്ക് ആ മാഷിനെ ഓർമ്മ വരുന്നു. മാഷ് എന്നെ അങ്ങനെ കാണുന്നുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ മതി മാഷെ. അതെ, എനിക്ക് നിന്നോട്. പക്ഷേ ഞാനൊരിക്കലും. എനിക്കറിയായിരുന്നു മാഷെ, പക്ഷേ എനിക്കറിയണമായിരുന്നു. എന്തിന്? കാരണം ഞാനും കൺഫ്യൂസ്ഡ് ആയിരുന്നു. നമ്മുടെ മിംഗ്ലിംഗ് ഇത് ഫാദർ ഫിഗർ ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ. ഇപ്പൊ എനിക്കറിയാം രണ്ടുപേർക്കും ഒരേ കാര്യം തന്നെയാണ് സംഭവിച്ചതെന്ന്. മാഷെ, ഇത് സ്വാഭാവികമാണ്. എനിക്ക് വീട്ടിൽ അറ്റൻഷൻ കിട്ടാറില്ല. അച്ഛനും അമ്മയും എന്നെ നോട്ട് ചെയ്യാറ് പോലും ഇല്ല. മാഷ് മാത്രമാണ് എന്റെ തോട്ടുകൾക്ക് വില കൊടുക്കുന്നത്. അതുകൊണ്ട് നീ. ഇപ്പൊ എനിക്ക് മനസ്സിലായി മാഷെ, ഇതൊരു ഫാദർ ഫിഗർ തന്നെയാണ്. മാഷിനൊരു മോളില്ല, എന്നെ മനസ്സിലാക്കാൻ ഒരച്ഛനും ഇല്ല. എല്ലാം നമുക്ക് ശരിയാക്കും മാഷെ. നീ എങ്ങനെ ഇത്ര മെച്ചൂർഡായി? മാഷ് തന്ന പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടാവാം. Mm.